ഹലോ, അസ്സലാമു അലൈക്കും. സുഖമല്ല എല്ലാവർക്കും. ഇന്നിപ്പോൾ ഞണ്ട് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ വീഡിയോ ആണ്. 1/2 കിലോ പോലെ ഞണ്ട് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു വലിയ ഉള്ളി എടുത്തിട്ട് നന്നായിട്ട് വാട്ടിയതിന് ശേഷം കറിവേപ്പിലയും വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഇട്ട് മൂപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് അതും അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് അതിന് ശേഷം 2 വലിയ തക്കാളി മുറിച്ചിട്ട് അതും നന്നായി വെന്തതിന് ശേഷം വെന്ത് കഴിഞ്ഞിട്ടാണ് ഞണ്ടിട്ടത്. ഞണ്ടിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പൊടിക്ക് കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ആ ഞണ്ടിനെല്ലാം മുളകും തക്കാളിയും എല്ലാം ഒന്ന് പിടിപ്പിച്ച് വെച്ച് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവാൻ വെക്കാം. പിന്നെ തേങ്ങയിൽ പെരിഞ്ചീരകവും കറിവേപ്പില ഇട്ടിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതായത് ഗോൾഡൻ കളർ ബ്രൗൺ അങ്ങനെ വറുത്തെടുക്കുകയൊന്നും വേണ്ട. ആ തേങ്ങൻ്റെ പച്ചമണമെല്ലാം മാറ്റിയിട്ട് നല്ലൊരു സ്മെല്ല് വരും. അതുവരെ ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് ഈ വെന്ത കറിയിലേക്ക് ഒഴിക്കുക. നല്ല ടേസ്റ്റാട്ടോ ഇതുപോലെ വെച്ചാൽ. അവസാനം വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉള്ളിയും കറിവേപ്പിലെല്ലാം കാച്ചി ഒഴിക്കുക. പക്ഷേ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കുന്നത് കൊണ്ട് ഞാനെന്തായാലും ലാസ്റ്റ് കാച്ചിയിട്ടില്ല. വേണമെങ്കിൽ കുറച്ച് എണ്ണയിൽ കാച്ചി ഒഴിക്കാം. എന്തായാലും സൂപ്പർ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ലൈക്ക് ചെയ്യണം. എന്തായാലും ഇതുവരെ നിന്ന സപ്പോർട്ടിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും എല്ലാം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ശരിക്കും കറി ഒരു രക്ഷയില്ലാത്ത കറി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ.